Good morning. Today going to talk about promotional mix. Marketing Management 14th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊമോഷണൽ മിക്സ്. അതിൽ ഫസ്റ്റാണ് ഡെഫിനേഷൻ ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് all the activities of the company undertake to communicate and promote its product to the target market. ടാർഗറ്റ് മാർക്കറ്റിലെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നതെന്നാണ് ഫിലിപ്പ് കോട്ട്ലർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു WG standard, promotion is the element in an organization marketing mix that serves to inform, pursue and remind the market of the organization or its purpose, products. പ്രൊമോഷൻ എന്ന് പറയുന്ന എലമെൻറ്റ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് മിക്സിൽ സെർവ് ടു ഇൻഫോം ചെയ്യാൻ, പെർസ്യൂ ചെയ്യാൻ, അവർ പിന്തുടരുക, റിമൈൻഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കുക ദ മാർക്കറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ഇറ്റ്സ് പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റും ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കാനും പെർസ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫോം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ എന്നുള്ള എലമെൻറ്റ്. ഇനിയും ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ്, സെയിൽ ഓഫ് ദ ഗുഡ്സ് ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. പ്രൊമോഷൻ ഹെൽപ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ്, പക്ഷേ ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും. ഡിഫറെൻ്റ് ആയിരിക്കും പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിലും അതിൻ്റെ യൂസിലും ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഒരേ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ നമ്മൾ മോണോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയും. അതാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ പറയുന്നത്. അതുപോലെ ഒലിഗോപോളി, മോണോപോളി, അതൊക്കെയാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ വരുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസാണ് പ്രൊഡക്റ്റുകൾ തമ്മിലുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ക്വാളിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിനു വേണ്ടിയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊമോഷൻ ഹെൽപ്സ് ഇൻ ഫില്ലിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ടഫ് മാർക്കറ്റ് കോമ്പറ്റീഷനിൽ മാസ് സെല്ലിംഗ് നടക്കണമെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്തായാലും നടന്നിട്ടുണ്ടായിരിക്കണം. ഇനി ഫേസിങ് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ. പ്രൊമോഷൻ ഹെൽപ്സ് ടു ഇൻറ്റൻസ് കോമ്പറ്റീഷൻ്റെ തീവ്രത കുറയ്ക്കാൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അഡോപ്റ്റ് അഗ്രസീവ് സ്ട്രാറ്റജി ടു ക്രിയേറ്റിംഗ് ബ്രാൻഡ് ഇമേജ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കാൻ, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യാൻ, അതിനൊക്കെ ആ കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നത്, അത് ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലാർജ് സ്കെയിൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ലാർജ് സ്കെയിലിൽ നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയൊരു ലിമിറ്റഡ് ഏരിയ മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുള്ളൂ, അപ്പോൾ ആ ഏരിയയിൽ മാത്രമാണ് സെയിൽ നടക്കുള്ളൂ. നമ്മൾ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എല്ലാവരും അറിയാനിടയാവുന്നത്. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ലാർജ് സ്കെയിൽ സെല്ലിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇനി പ്രൊമോഷൻ ഹെൽപ്സ് ടു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പ്രൊമോഷൻ ആയിട്ട് ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവ് ബൈ പ്രൊവൈഡിങ് ബെറ്റർ ഗുഡ്സ് അറ്റ് ലോവർ റേറ്റ് ഡ്യൂ ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ്. അതായത് കൂടുതൽ പ്രൊഡക്ഷനും സെല്ലിങ്ങും നടത്തുമ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞ റേറ്റിന് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറഞ്ഞ റേറ്റിന് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് സാധിക്കുന്നത് ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും മാസ് സെല്ലിങ്ങും ഒക്കെ സാധിക്കുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വഴിയാണ്. അപ്പോൾ അതിന് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരുന്നെങ്കിൽ നമുക്ക് ലോ കോസ്റ്റിന് നമുക്ക് ക്വാളിറ്റിയുള്ള ഗുഡ്സ് അവൈലബിൾ ആണ്. അത് കിട്ടുന്നത് പ്രൊമോഷൻ നടത്തുമ്പോഴാണ്. കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് കൂടുന്നു, സെയിൽസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു. മോർ എംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ഇൻക്രീസ്ഡ് ട്രേഡ് പ്രഷർ. നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ പ്രഷർ നമുക്കുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തിയാലേ നമ്മുടെ പ്രൊഡക്റ്റ് കൂടി മാർക്കറ്റിൽ എത്തുള്ളൂ. അതുപോലെ സൂപ്പർ മാർക്കറ്റ്, ചെയിൻ സ്റ്റോഴ്സ്, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റീറ്റെയിലേഴ്സ്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടില്ല, എന്നാലാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുക. ഇഫക്റ്റീവ് സെയിൽസ് സപ്പോർട്ട്. നല്ല സെയിൽസ് സപ്പോർട്ട് കിട്ടാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷണൽ പോളിസീസ് വേണം. സെയിൽസ്മാനായിട്ട് എഫേർട്ട് ചെയ്യണം. ഒപ്പം തന്നെ പ്രൊമോഷൻ മെറ്റീരിയൽസും പ്രൊമോഷൻ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിലാണ് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. ഇൻക്രീസ്ഡ് സ്പീഡ് ഓഫ് പ്രൊഡക്റ്റ് ആക്സെപ്റ്റൻസ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ അറിയുന്നത് കൺസ്യൂമേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ളവരും അതിനെക്കുറിച്ചിട്ടുള്ള അറിയുന്നത്
എങ്ങനെയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വരെ നമ്മൾ കോണ്ടസ്റ്റുകളും കൂപ്പൺസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും. അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് അതൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ആ പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ആക്സെപ്റ്റൻസ് നടക്കുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, താങ്ക് യു.